വെൽക്കം ഓൾ. സമ്മിറ്റ് IAS അക്കാദമിയുടെ CSAT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. UPSC CSAT എക്സാമിന് ഓൾമോസ്റ്റ് എല്ലാ ഇയറും കലണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാറുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എല്ലാ സ്റ്റുഡൻസും അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് 50% സ്റ്റുഡൻസ് മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാറുള്ളൂ. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ആ ആൻസർ തെറ്റി പോകാനുള്ള കാരണം. സോ അത്തരം മിസ്റ്റേക്കുകൾ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാമെന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ലീപ്പ് ഇയർ എന്താണ്, നോൺ ലീപ്പ് ഇയർ എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സെഞ്ചുറി ഇയർ, അതുപോലെ തന്നെ ഓരോ ഇയറും റിപ്പീറ്റ് ചെയ്യുന്ന ഏത് ഇയറിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, കലണ്ടർ ഇയറിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് 2031 മാർച്ച് 28 എന്നൊരു ഡേറ്റ് തന്നിട്ട് അത് സൺഡേ ആണോ മൺഡേ ആണോ എന്നീ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഇത്തരം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തുടങ്ങി ഇതുവരെ CSAT ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ CSAT എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് കലണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ആണ്. എക്സാക്ട്ലി 365 ഡേയ്സ് ആണോ നമുക്ക് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാൻ എടുക്കുന്നത്? അല്ല, 365.25 ഡേയ്സ് ആണ് നമുക്ക് എക്സാക്ട് എടുക്കുന്നത്. പക്ഷേ അപ്പൊ 0.256 എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യണ്ടേ? ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീപ്പ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലീപ്പ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എക്സാക്ട്ലി 365 ഡേയ്സ് കൊണ്ട് അല്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ 366 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഓർഡിനറി ഇയറിലെ 365 ഡേയ്സും ലീപ്പ് ഇയറിൽ 366 ഡേയ്സും. അപ്പൊ നമുക്ക് ഇതിലെ കറക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഓരോ 4 വർഷം കൂടുമ്പോൾ 366 ഡേയ്സ് ലീപ്പ് ഇയർ ആക്കുന്നു. അതുപോലെ തന്നെ ഒരു 100 വർഷങ്ങൾക്ക് ശേഷം സെഞ്ചുറി ഇയർ ആകുമ്പോൾ നമ്മൾ സാധാരണ ലീപ്പ് ഇയർ ആക്കുന്നില്ല. 100ാമത്തെ വർഷം നമ്മൾ ഓർഡിനറി ഇയർ ആയിട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ 400ാമത്തെ ഇയർ നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ വഴി ഡിസ്കസ് ചെയ്യാം. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ അറിയേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആണ് ഉള്ളത്. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 366 ഡേയ്സ് ആണെന്നുള്ളത്. സോ നമുക്കറിയാം, 1 വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആയിരിക്കും. 7 ഡേയ്സ് ആയിരിക്കും 1 വീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1 വീക്ക് 7 ഡേയ്സ് ആണെങ്കിൽ നമ്മൾ 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്ര വീക്ക് ആയിരിക്കും? നമുക്കറിയാം, 50 വീക്സ് എന്ന് പറയുമ്പോൾ 350 ഡേയ്സ് ആയി. 51 ഡേയ്സ് എന്ന് പറയുമ്പോൾ 357 ആയി. 52 into 7 എന്ന് പറയുമ്പോൾ 364 ആയി. നമുക്ക് ഓർഡിനറി ഇയറിൽ 365 ഡേയ്സ് ഉണ്ട്. അതായത് 364 plus 1 ഓഡ് ഡേ ആണ് 365 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, 365 എന്ന് പറയുന്നത് 52 വീക്സും പ്ലസ് 1 ഓഡ് ഡേ ആണ്. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 52 വീക്സും 2 ഓഡ് ഡേയുമാണ്. ഈ ഓഡ് ഡേ ഇല്ല എന്ന് വെക്കുക. നമുക്കിപ്പോ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എക്സാക്ട്ലി 364 ഡേയ്സ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ജനുവരി 1 മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഇയറും ജനുവരി 1 മൺഡേ തന്നെ ആയിരിക്കും. എക്സാക്ട്ലി 364 ഡേയ്സ് ആയിരിക്കും. കാരണം എന്താ, ഓരോ വീക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താ, നമുക്ക് ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ 52 വീക്സ് പ്ലസ് 1 ഓഡ് ഡേ ഉണ്ട്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജനുവരി 1 മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ 1 ഓഡ് ഡേ ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് ജനുവരി നമുക്ക് അത് ട്യൂസ്ഡേ ആയിരിക്കും. നെക്സ്റ്റ് ജനുവരി നമുക്കത് വെൻസ്ഡേ ആയിരിക്കും. ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് ഈ 1 ഓഡ് ഡേ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ലീപ്പ് ഇയർ വന്നാൽ എന്ത് ചെയ്യും? ലീപ്പ് ഇയർ വന്നാൽ 2 ഓഡ് ഡേയ്സ് ആയിരിക്കും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത്. അതായത് ജനുവരി 1 മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ലീപ്പ് ഇയർ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയറിനെ കാൽക്കുലേറ്റ് ചെയ്യും. അത് ലീപ്പ് ഇയർ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആയിരിക്കും. മൺഡേ എന്നുള്ളത്
ട്യൂസ്ഡേ വെൻസ്ഡേ ആയിട്ട് മാറും. സോ 2 odd days ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഒരു ഇയർ തന്നാൽ അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ കുറച്ച് ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇയർ കണ്ടാൽ അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡ് ബൈ 4 ചെയ്യണം. ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. ലീപ്പ് ഇയർ ആയിരിക്കും. റിമൈൻഡർ 0 അല്ലാതെ ഏത് സംഖ്യ വന്നാലും അത് നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഡിവൈഡ് ബൈ 4 ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയാവും. നമുക്കത് 4ന്റെ ഡിവിഷൻ റൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യ ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നോക്കിയാൽ മതി. സോ 2022 എന്ന ഇയർ ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ നോക്കാം. ഡിവിസിബിൾ ബൈ 4 ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ? അല്ല. 5 into 4 20 plus 2. സോ ഇത് നോൺ ലീപ്പ് ഇയർ ആണ്. ഓർഡിനറി ഇയർ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണ്. 2023 റിമൈൻഡർ 3 വരും. സോ നോൺ ലീപ്പ് ഇയർ ആണ്. 2026 ഇതും നോൺ ലീപ്പ് ഇയർ ആണ്. 2046 11 into 4 ആണ് 44. സോ റിമൈൻഡർ 2 വരും. ഇതും നോൺ ലീപ്പ് ഇയർ ആണ്. 34 8 into 4 ആണ് 32. സോ 2 റിമൈൻഡർ വരും. അപ്പൊ നോൺ ലീപ്പ് ഇയർ ആണ്. ഇത് നോക്കൂ, ലാസ്റ്റ് ഡിജിറ്റ് 04 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ റിമൈൻഡർ വരുന്നത് 0 ആണ്. സോ ദിസ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ. സോ നെക്സ്റ്റ് നോക്കാം. 1256 എന്ന ഇയർ ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ നോക്കാം. അപ്പൊ സോ ഡിവൈഡ് ബൈ 4. ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. 116 എന്ന് പറയുമ്പോൾ 14. അപ്പൊ റിമൈൻഡർ 0 ആയിട്ട് വരും. 14 into 4 56. റിമൈൻഡർ 0 ആയിട്ട് വരുന്നു. സോ ഇതും ലീപ്പ് ഇയർ ആണ്. 48 ലീപ്പ് ഇയർ ആണോ? 2048 ലീപ്പ് ഇയർ ആണോ നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് 48 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 1 2 12 into 4 48 ആണ്. സോ റിമൈൻഡർ 0 ആണ്. അപ്പൊ ഇതും ലീപ്പ് ഇയർ ആണ്. അങ്ങനെ ഓരോ സംഖ്യയിലും ലാസ്റ്റ് ഡിജിറ്റ് ഡിവൈഡ് ബൈ 4 റിമൈൻഡർ 0 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് സെഞ്ചുറി ഇയർ നോക്കുമ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 4ന് പകരം ഡിവൈഡ് ബൈ 400 ചെയ്യാം. സോ നമുക്ക് സെഞ്ചുറി ഇയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 00 ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും സെഞ്ചുറി ഇയറിൽ അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡ് ബൈ 400 ചെയ്യണം. ഇത് നോക്കൂ, 1600 ഇത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ നോക്കാം. 400 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 0 പോയി. 4 ഡിവൈഡ് ബൈ 4 1400 ഒരു ലീപ്പ് ഇയർ ആണ്. 2200 ലീപ്പ് ഇയർ ആണോ നോക്കാം. ഡിവൈഡ് ബൈ 400 ചെയ്യണം. സെഞ്ചുറി ഇയർ വരുമ്പോൾ അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ് 0 വരുമ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി നോക്കേണ്ടത് 400 വെച്ചിട്ടാണ്. സോ 400 ഇത് പോയി 22. 5 into 4 20 ആണ്. റിമൈൻഡർ 2 വരുന്നു. ഇത് നോൺ ലീപ്പ് ഇയർ ആണ്. 2400 ഡിവൈഡ് ബൈ 400 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കിട്ടും 6 കിട്ടും. അപ്പൊ റിമൈൻഡർ 0 ആണ്. ഇതും ഇതാണ്. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം 400 800 1200 1600 2000 2400 എന്നിവയെല്ലാം ലീപ്പ് ഇയർ ആണ്. ബാക്കിയുള്ള എല്ലാ ഇയറും നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. 200 എന്തായിരിക്കും? നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. 500 എന്തായിരിക്കും? നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. 600 എന്തായിരിക്കും? നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. 400 എന്തായിരിക്കും? നമ്മളിവിടെ പറഞ്ഞു ലീപ്പ് ഇയർ ആയിരിക്കും. 2400 മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 into 400. സോ അതും ലീപ്പ് ഇയർ ആയിരിക്കും. 500 നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. ഇതെന്താ? ഡിവൈഡ് ബൈ 400 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 4 28 8 into 4 32. സോ ഇത് റിമൈൻഡർ 0 അല്ല. സോ ഇതും നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു വർഷം തന്നാൽ അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ലീപ്പ് ഇയർ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. ഒരു നോർമൽ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 4 നോക്കാം. റിമൈൻഡർ ആണ് 0 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. റിമൈൻഡർ വേറെ ഏതെങ്കിലും സംഖ്യ വരികയാണെങ്കിൽ അത് ഓർഡിനറി ഇയർ ആയിരിക്കും. സെഞ്ചുറി ഇയർ ആണെങ്കിൽ മാത്രം ബൈ 400 കൂടി നോക്കണം. 400 റിമൈൻഡർ 0 ആണെങ്കിൽ ലീപ്പ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഓർഡിനറി ഇയർ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഒരു വീക്കില്
ഓരോ വീക്കിനും കോഡ് എന്തായിരിക്കും. അതായത് സൺഡേ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺഡേ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു, മൺഡേ 1 ആയിട്ട് എടുക്കുന്നു, ട്യൂസ്ഡേ 2 ആയിട്ട് എടുക്കുന്നു, വെൻസ്ഡേ 3, തേഴ്സ്ഡേ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6. ഇങ്ങനെയാണ് ഓരോ ദിവസത്തിന്റെയും കോഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോ 365 ഡേയ്സ് എന്ന് പറയുന്നു. 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താ, 52 വീക്സ് പ്ലസ് 1 ഓഡ് ഡേ. ഈ 1 ഓഡ് ഡേ എന്ന് പറയുമ്പോൾ എന്താ, 365 ഡേയ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് 1 ഓഡ് ഡേ എന്ന് പറയുമ്പോൾ 1. ഈ 1 ഡേ എന്ന് പറയുന്നത് ഏതിന്റെ കോഡാണ്, മൺഡേയുടെ കോഡാണ്. അപ്പോ ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് 365 ഡേ എന്ന് പറയുന്നത് 1 ഓഡ് ഡേ ആണ്. 1 ഓഡ് ഡേ എന്ന് പറയുമ്പോൾ മൺഡേ ആയിരിക്കും ആ വർഷത്തിലെ ലാസ്റ്റ് ഡേ. ഇത് നമുക്ക് ഓരോ സംഖ്യ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 10 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ഓഡ് ഡേയ്സ്. 10 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വീക്ക് പ്ലസ് 3 ഡേയ്സ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ 24 ഡേയ്സ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 24 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വീക്സ്, 3 into 7 21, 3 വീക്സ് പ്ലസ് 3 ഓഡ് ഡേയ്സ് ആയിരിക്കും. ഇനി നമുക്കൊരു 56 എന്നുള്ളത് നോക്കി നോക്കിയാൽ എന്തായിരിക്കും, 8 വീക്സ് പ്ലസ് 0 ഓഡ് ഡേ. അപ്പൊ 56 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക എന്നുള്ളത്, എന്താ, 0. 0 എന്ന് പറഞ്ഞാൽ സൺഡേ ആയിരിക്കും. ഇപ്പൊ സൺഡേ തുടങ്ങുകയാണെങ്കിൽ 56 വരെയാണെങ്കിൽ അടുത്ത 56 സൺഡേ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് 20 ഇയർ, 100 ഇയർ, 200 ഇയർ, 300 ഇയർ, 500 ഇയർ എന്നീ ഈ സെഞ്ചുറി ഇയറിൽ എന്താണ് ഓഡ് ഡേയ്സ് വരുന്നത് നോക്കാം. അതായത് 20 ഇയറിൽ വരുമ്പോൾ 20 ഇയർ നമ്മൾ നോക്കാം, 200 ഇയർ അല്ലെങ്കിൽ 20 ഇയർ. 20 ഇയറിൽ എത്ര ആദ്യത്തെ സെഞ്ചുറി നടക്കുന്നത് 0 to 20 ഇയർ എന്നുള്ള ഒരു ടൈം പീരീഡിൽ നമുക്ക് എത്ര ലീപ്പ് ഇയർ വരും, എത്ര നോൺ ലീപ്പ് ഇയർ വരും. നമുക്കറിയാം 4th ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, 8th ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, 12th, 16th, 20th 5 ലീപ്പ് ഇയർ ആണ് വരുന്നത്. ഓക്കെ, ഓരോ ലീപ്പ് ഇയറിലും എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 366 ഡേയ്സ് ആണുള്ളത്. 52 വീക്സ് പ്ലസ് 2 ഓഡ് ഡേ ആണ് ലീപ്പ് ഇയർ പ്ലസ് 1 ഓഡ് ഡേ ആണ് നോർമൽ ഇയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഏതാണ്, ഓഡ് ഇയർ, ഓഡ് ഡേയ്സ് എത്രയുണ്ട് എന്നുള്ളത്. ലീപ്പ് ഇയറിലാണെങ്കിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും, നോർമൽ ഇയേഴ്സ് ആണെങ്കിൽ അതായത് നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, സോ 20 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 20ാം വർഷം ഡിസംബർ 31 ഏത് ദിവസമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 20 വർഷം കൊണ്ട് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ആ ഓഡ് ഡേയ്സ് എത്രയാണ് വരുന്നത് അതിന്റെ കോഡ് അനുസരിച്ച് ഏത് സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് AD 0020 ഡിസംബർ 31 ഡേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസംബർ 31 വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ലീപ്പ് ഇയർ ഏതൊക്കെയാണ്, 4th ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, 8th ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, 12, 16, 20 ഇതെല്ലാം ലീപ്പ് ഇയർ ആയിരിക്കും. സോ ആദ്യത്തെ 1 to 20 എന്ന ടൈം പീരീഡിൽ നമുക്ക് 5 ലീപ്പ് ഇയർ ഉണ്ട്, 5 ലീപ്പ് ഇയർ ഉണ്ട്, പിന്നെ 15 ഓർഡിനറി ഇയറും ഉണ്ട്. ഒരു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് വരും, 10 ഓഡ് ഡേയ്സ് വരും. 15 ഓർഡിനറി ഇയറിലോ 15 ഓഡ് ഡേയ്സ് വരും. അതായത് 52 വീക്സ് പ്ലസ് 1 ഡേ ആണ്, 1 ഓഡ് ഡേ ആണ് ഓർഡിനറിയിൽ വരുന്നത്. ലീപ്പ് ഇയറിൽ 2 ഡേയ്സ് വരും. സോ 5 ലീപ്പ് ഇയർ, 5 into 2, 15 ഓർഡിനറി, 15 into 1. സോ 10 plus 15, 25 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. നമുക്ക് ഈ 25 ഓഡ് ഡേയ്സ് നമുക്ക് എന്താ ചെയ്യാം, ഡിവൈഡ് ബൈ 7, അതായത് 3 വീക്സ് പ്ലസ് 4 ഡേയ്സ് ആയിരിക്കും വരുന്നത്. 4 എന്നുള്ള സംഖ്യ തേഴ്സ്ഡേ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുമ്പോൾ 25 ഡേയ്സ് ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ 4 ഡേ ആണ്, 4th ഡേ ആണ് കോഡ്, 4th കോഡിന്റെ ഡേ വരുന്നത് തേഴ്സ്ഡേ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും AD 0020 ഡിസംബർ 31, അതായത് ലാസ്റ്റ് ഡേ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഡേ എന്ത് വരുന്നത്, തേഴ്സ്ഡേ ആണെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഓരോ സംഖ്യകളിൽ ഓരോ ഡേറ്റിന്റെ നമ്മൾ ഏത് ഡേ ആണ്, ഏത് വീക്കിലെ ഏത് ഡേ ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. 100th ഇയർ, 200th ഇയർ, 300th ഇയർ എന്നിവ കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 100 ഇയർ 0 to 100 ഇയറിൽ എത്ര ലീപ് ഇയർ വരുന്നുണ്ട് നോക്കാം. 0 to 100 ഇയറിൽ എത്ര ലീപ് ഇയർ വരുന്നുണ്ട്? നമുക്കറിയാം ഫോറിൻ എല്ലാ 4ാമത്തെ വർഷവും ലീപ് ഇയർ ആയിരിക്കും. 4, 8, 12, 16 അങ്ങനെ എല്ലാ വർഷവും 10, 40, 44, 48 അങ്ങനെ എല്ലാ വർഷവും വരും. 96 100 ലീപ് ഇയർ ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100th വരുമ്പോൾ ലീപ് ഇയർ വരില്ല. 400ലാണ് ലീപ് ഇയർ വരുന്നത്. 100 ഓർഡിനറി ഇയർ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 200 ഓർഡിനറി ഇയർ ആണ്. 300 ഓർഡിനറി ഇയർ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 400, 800, 1200, 1600, 2200, 2400, 2800 എന്നിവയാണ് ലീപ് ഇയർ ആയിട്ട് സെഞ്ചുറിത്ത് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓർഡിനറി ഇയർ ആണ്. സോ 1 to 100ൽ 96 വരെയാണ് ലീപ് ഇയർ വരുന്നത്. അതായത് 24 ലീപ് ഇയർ വരും. 24 അതായത് 24 into 4 96. മനസ്സിലായോ? 96 വരെ ഇത് വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓർഡിനറി ഇയർ ആയിരിക്കും. അപ്പൊ 24 ലീപ് ഇയർ ആണ് ഒരു ഇയറിൽ 1 to 100 സെഞ്ചുറിയിൽ വരുന്നത്. 24 ലീപ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഒരു ലീപ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണുള്ളത്. ഒരു ലീപ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണുള്ളത്. 2 ഓഡ് ഡേയ്സ് പ്ലസ് ബാക്കി എത്രയുണ്ട്? 100 ഇയർ ആണ് ടോട്ടൽ ഉള്ളത്. നമുക്ക് 100ാമത്തെ ഇയർ ഓർഡിനറി ആയതുകൊണ്ട് 100ാമത്തെ ഓർഡിനറി ഇയർ ആണ്. ഓക്കെ, അപ്പോ 76 ഓർഡിനറി ഇയേഴ്സ് ഉണ്ട്. അത് 100ൽ നിന്ന് 24 കുറച്ച് കഴിഞ്ഞാൽ 76 ഓർഡിനറി ഇയർ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 100 എന്നുള്ളത് ഓർഡിനറി ഇയർ ആയിട്ട് എടുക്കണം. ഇപ്പൊ 400 എന്ന ഇയർ ആണെങ്കിൽ വരുന്നെങ്കിൽ നമ്മൾ അത് ലീപ് ഇയർ ആയിട്ട് എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയാണെങ്കിൽ 25 വരും. ഇവിടെ എന്താ 24 ഇയർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം 100th ഇയർ ലീപ് ഇയർ അല്ല. സോ 24 into 2 odd days plus 76 into 1 odd days. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 24 into 2 48 ആണ്. പ്ലസ് 76 14 പ്ലസ് 1 8 8 4 12 124. ഇതിന് നമുക്ക് എത്ര 124 ഡേയ്സ് ആണ്. അതായത് 0 0 100 എന്നുള്ള ഇയറിലെ ഡിസംബർ 31ാം തീയതി ഏത് ഡേറ്റ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് 124 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. 124 ഓഡ് ഡേയ്സ് വരുന്നു എന്ന് പറയുമ്പോൾ എത്ര വീക്കും എത്ര ഓഡ് ഡേയ്സ് ആണ് വരുന്നത് നോക്കാം. എത്ര വീക്സ് വരുമ്പോൾ ഡിവൈഡ് ബൈ 7. അപ്പോൾ 1 7 7 54 എന്ന് പറയുമ്പോൾ 7 49 17 7 119 വരും കേട്ടോ. 7 49 ബാക്കി 7 119. ഓക്കെ, ബാക്കി വരുന്നത് 5 ഓഡ് ഡേയ്സ്. 119 പ്ലസ് 5 ആണ് 124. 5 ഓഡ് ഡേയ്സ്. ഇപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം എന്തായിരിക്കും? സൺഡേ 0 ആയിരിക്കും, മൺഡേ 1 ആയിരിക്കും, ട്യൂസ്ഡേ 2 ആയിരിക്കും, വെൻസ്ഡേ 3 ആയിരിക്കും, തേഴ്സ്ഡേ 4 ആയിരിക്കും, ഫ്രൈഡേ 5 ആയിരിക്കും, സാറ്റർഡേ 6 ആയിരിക്കും. ഇവിടെ എത്ര ഓഡ് ഡേയ്സ് വരുന്നത്? 5. സോ കോഡ് വിൽ ബി ഫ്രൈഡേ. അപ്പൊ നമുക്ക് 100th AD ഡിസംബർ 31 എന്നുള്ള ഡേറ്റ് ഫ്രൈഡേ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് ഇതിൽ പഠിക്കാവുന്നത് എന്താ? ഓരോ 100 ഇയർ കൂടുമ്പോഴും 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. ഇപ്പൊ 200 ഇയർ ആണെങ്കിലോ, 200 ഇയർ ആണെങ്കിൽ 100 ഇയറിൽ 5 ഓഡ് ഡേയ്സ്. അപ്പൊ 200 ഇയർ ആകുമ്പോൾ 2 into 5 10 odd days. 10 odd days എന്ന് പറയുമ്പോൾ എന്താ? 1 week plus 3 odd days. ഓക്കെ, 300 ആണെങ്കിലോ ഒരു ഇയറിൽ 100 ഇയറിൽ 5. അപ്പൊ 3 into 5 plus 3 into 5 15 വരും. 15 എന്ന് പറയുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ബൈ 7 1 odd day എന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ 200 ഇയറിൽ നമുക്ക് 3 odd day വരും. 300 ഇയറിൽ 1 odd day വരും. 400 ഇയറിൽ എത്ര odd day വരും നോക്കാം. ഓക്കെ, 400 ഇയറിന്റെ പ്രത്യേകത എന്താ? 400th ഇയർ നമ്മൾ ലീപ് ഇയർ ആയിട്ട് കൂട്ടുന്നു. 100 ഇയർ 300 ഇയർ അതുവരെ നമ്മൾ ലീപ് ഇയർ ആയിട്ട് കൂട്ടുമെങ്കിൽ, നോൺ ലീപ് ഇയർ ആയിട്ട് കൂട്ടുമെങ്കിൽ 400th ഇയർ ലീപ് ഇയർ ആയിട്ട് കൂട്ടും. അപ്പൊ നമുക്കറിയാം
100 ഇയറിൽ 5 ഡേയ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 4 സെഞ്ചുറി ആണുള്ളത്. ഇപ്പൊ 20 വരും. പിന്നെന്താ 400 അഡീഷണൽ ആയിട്ട് നമ്മൾ ലീപ് ഇയർ ആയിട്ട് കൂട്ടുന്നുണ്ട്. സോ 1 odd day വരും. 21 days വരും. 21 divided by 7 എന്തായിരിക്കും? 0 odd day ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ 400 ഇയറിലെ ഡിസംബർ 31st എന്നുള്ളത് ഇതിന്റെ odd day കൂടെ എന്താ? 0 ആയിരിക്കും. സോ ഇത് 0ന്റെ കൂടെ എന്താ? നമുക്ക് സൺഡേ ആണ്. സോ 400 ഡിസംബർ 31st സൺഡേ ആയിരിക്കും. 800 ഡിസംബർ 31st സൺഡേ ആയിരിക്കും. 1200 ഡിസംബർ 31st സൺഡേ ആയിരിക്കും. 1600 31st ഡിസംബർ സൺഡേ ആയിരിക്കും. 2000 അതുപോലെ തന്നെ. 2400 അതുപോലെ തന്നെ. അപ്പൊ നമുക്കൊരു ഇയറിലെ ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് 2000 ഉണ്ടെങ്കിൽ അതെന്താ? 2000 ഡിസംബർ 31st എന്നുള്ളത് സൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ഇയറിലെയും കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇതിന്റെ നമ്മളിപ്പോ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്തത് നമ്മളൊരു ടേബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് 100 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 5 odd days ആയിരിക്കും. ഫസ്റ്റ് 200 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 3 odd days ആയിരിക്കും. ഫസ്റ്റ് 300 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 1 odd days ആയിരിക്കും. ഫസ്റ്റ് 400 ഇയർ അത് ലീപ് സെഞ്ചുറി ആണ്, അതുകൊണ്ട് 0 odd day ആയിരിക്കും. ഓക്കെ, ലീപ് ഇയർ ഇതിങ്ങനെ ലീപ് ഇയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കണക്കുണ്ട്. ലീപ് ഇയറിന് കൂടി ഒരു ലീപ് ഇയർ വന്നാൽ ഇപ്പൊ 2024 ലീപ് ഇയർ ആണ്, ഇത് സെയിം കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് 8 ഇയേഴ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ 6 ഇയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 11 ഇയേഴ്സ് ആയിരിക്കും. അത് റിമൈൻഡർ വരുന്ന അനുസരിച്ചായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അതുപോലെ വീക്ക് ഡേ കോഡ് നമ്മൾ പഠിച്ചു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നീ കോഡുകളും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇയറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഇയർ വരുന്ന 12 മാസത്തിൽ എത്ര odd days ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കതിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് ജനുവരി എന്ന് പറയുമ്പോൾ ഉയർന്നു നിൽക്കുന്ന മാസം അത് 31 days ആയിരിക്കും. ഫെബ്രുവരി 28 or 29, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വന്നാൽ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരും. അതായത് ജൂലൈയും ആഗസ്റ്റും 31 days ആയിരിക്കും. അതായത് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് ജൂലൈ അവസാനിക്കുന്നത്, പിന്നെ തുടങ്ങുന്നത് ആഗസ്റ്റ് 31 ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂലൈയും ആഗസ്റ്റിലും അടുപ്പിച്ച് 31 days വരും. അത് മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം 31, 30, 30 അങ്ങനെയായിട്ട് വരും. ഫെബ്രുവരിയിൽ മാത്രം 28 days വരും. ലീപ് ഇയറിലാണെങ്കിൽ ഫെബ്രുവരിയിൽ 29 days വരും. സോ ജനുവരിയിൽ 3 odd days. നമ്മൾ ഫുള്ള് ഡേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമുക്കൊരു മാർച്ച് 3 എന്നുള്ള ഒരു ഡേറ്റിൽ എത്ര odd days ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇപ്പൊ 2001 മാർച്ച് 3, 2001 മാർച്ച് 3 ഇത് ഏത് ദിവസമാണ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് 0 ആയിട്ട് എടുക്കാം. 0 odd days അല്ലേ, നമുക്കറിയാം. 400, 800 അതൊക്കെ 0 odd days ആണ്. ഓക്കെ, ഇനി ഒരു ഇയറിൽ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് 3 days ഉണ്ട്. ഓക്കെ, ജനുവരിയിൽ എത്ര ദിവസം ഉണ്ട്? 31. ഫെബ്രുവരിയിൽ എന്താ, ഇത് 2001 ഓർഡിനറി ആയതുകൊണ്ട് 28 days ഉണ്ട്. നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ odd days കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 31 നമുക്ക് എന്ത് എഴുതാം? 4 weeks plus 3 odd days ആണ്. അപ്പൊ 31 നമുക്ക് എന്താ, 3 odd days മാത്രം എഴുതിയാൽ മതി. ഫെബ്രുവരിന് 28 എന്ന് എഴുതണോ? 28 എന്ന് എഴുതണ്ട. കാരണം എന്താ, 4 weeks ആണ് അത്. അപ്പൊ അതിന് 0 odd days എഴുതിയാൽ മതി. ഇവിടെ 3 days ഉണ്ടാവും, 6 ആയിരിക്കും വരുന്നത്. അപ്പോ മാർച്ച് 3, 2001 എന്ന് പറയുന്നത് നമുക്ക് കോഡ് പ്രകാരം കോഡ് 6 ആണ്. കോഡ് 6 എന്താ, സാറ്റർഡേ ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോ 100 ഇയേഴ്സിലെ 5 odd days എന്ന് പഠിച്ചു. അതായത് 100 ഇയേഴ്സിൽ 24 ലീപ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ 24 into 2 എന്ന് ചെയ്യണം. അതായത് ഒരു ലീപ് ഇയർ 2 odd days ആൻഡ് ബാക്കിയുള്ളത് 76 ഓർഡിനറി ഇയേഴ്സ് ആണ്. സോ 76 days. ടോട്ടൽ 48 plus 76, 124 days. 124 days, 17 weeks plus 5 odd days. So 100 years എന്ന് പറയുമ്പോൾ 5 odd days ആണ്. 200 years എന്ന് പറയുമ്പോൾ 5 into 2, 10 years, 10 odd days ആണ്.
10 odd days എന്ന് പറയുമ്പോൾ 1 week plus 3 odd days. 300 എന്ന് പറയുമ്പോൾ 5 into 3 15. അപ്പോൾ 2 weeks plus 1 odd day. സോ നമുക്ക് പഠിക്കേണ്ടത് 100 year 400 year മാത്രമാണ് മെയിൻ ആയി പഠിക്കേണ്ടത്. 100 year 5 odd days എന്ന് പഠിച്ചു കഴിഞ്ഞാൽ 200 year എന്താ 10 എന്ന് പറയുമ്പോൾ plus 3 odd days 7 plus 3 odd days. So 300 എന്ന് പറയുമ്പോൾ 15 എന്ന് പറയുമ്പോൾ 2 weeks plus 1 odd day. 400 എന്ന് പറയുമ്പോൾ എന്ത് വരും 4 into 5 to 20 വരും. 400th ഇയർ ഒരു ലീപ് ഇയർ ആയതുകൊണ്ട് പ്ലസ് 1 കൂടി ആഡ് ചെയ്യണം. സോ 21 വരും. 21 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതായത് 400, 800, 1200 എന്നിവരെല്ലാം 0 ആയിരിക്കും ഓഡ് ഡേ ആയിട്ട് വരാൻ പോകുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നാൽ അത് ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് ഡേ ഓഫ് ദ വീക്ക് 14 ഫെബ്രുവരി 1941. 1941 വാലന്റൈൻസ് ഡേ ഏത് ദിവസമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 1941 ആണുള്ളത്. അതുപോലെ തന്നെ ഫെബ്രുവരി 14. നമ്മൾ ഇയറിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത് ഓർഡിനറി ഇയർ ആണോ ലീപ് ഇയർ ആണോ? 41 ലാസ്റ്റ് ഡിജിറ്റ് 41 ആണ്. ഡിവൈഡ് ബൈ 4 ആണോ? അല്ല. സോ ഇതൊരു ഓർഡിനറി ഇയർ ആണ്. സോ ഫെബ്രുവരി 28 ഡേറ്റ് 28 ദിവസമാണ് ഉള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ 1941 എന്ന ഇയറിന് 941. സോ നമുക്കിതിനെ 900 എന്ന് എഴുതാലോ. 40 പ്ലസ് ഇതിലേത് എത്ര ദിവസം ഉണ്ട്? 14th ആണ് പിടിച്ചിട്ടുള്ളത്. ജനുവരി ഫെബ്രുവരി 14 എന്ന് എഴുതാം. അതായത് 941 എന്നുള്ള ഇയറിനെ നമ്മൾ 900 ആയിട്ട് എഴുതി, 48 എഴുതി, പിന്നെയുള്ള ഇയറിലെ ജനുവരി ഫെബ്രുവരി 14th ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 900 എന്ന് എഴുതുന്നതിന് എന്താ കാരണം? നമ്മൾ ഇതിനെ 1600 പ്ലസ് 300 എന്ന് എഴുതാം. ഓക്കെ, എന്തിനാ 1600 പ്ലസ് 300 എന്ന് എഴുതുന്നത്? 1600 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഓഡ് ഡേ കിട്ടും? 0 ഓഡ് ഡേ. കാരണം എന്താ? 400 0 odd day ആണ്. 800 0 odd day ആണ്. 1200 0 odd day ആണ്. 1600 0 odd day ആണ്. ഓക്കെ, അപ്പോൾ 300 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100 നമുക്ക് എന്താ അറിയാം? 100 5 odd day ആണ്. 300 എന്ന് പറയുമ്പോൾ 15 odd day. 15 odd day എന്ന് പറയുമ്പോൾ 1 odd day. സോ 1900 എന്നുള്ള സംഖ്യ വരുന്നത് 1 odd day മാത്രമായിട്ട് മാറും. അതായത് 1900 നമുക്ക് 1 odd day ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 40 എന്ന ഇയറിലെ എത്ര ലീപ് ഇയർ വരും? 10 ലീപ് ഇയർ വരും. ബാക്കിയുള്ളത് 30 ഓർഡിനറി ഇയറും വരും. 10 ലീപ് ഇയർ വരും, 30 ഓർഡിനറി വരും. അങ്ങനെയാണ് 40 വരുന്നത്. അപ്പൊ ഒരു ലീപ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ആണുള്ളത്? ഒരു ലീപ് ഇയറിൽ 2 odd days, 366 ഡേയ്സ് ഉണ്ടാവും. അപ്പൊ ലീപ് ഇയറിൽ 52 weeks plus 2 odd days ആണ്. അപ്പൊ നമ്മൾ ആ 2 odd daysലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 10 ലീപ് ഇയർ എന്ന് പറയുമ്പോൾ 2 odd days, 30 ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആയിരിക്കും. അപ്പൊ 52 weeks plus 1 day ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ 30 into 1. അപ്പൊ ഇതെന്തായിരിക്കും? 20 plus 30, ടോട്ടൽ 50 ഡേയ്സ് വരും. ഇനി ജനുവരി ഫെബ്രുവരി എന്ന 2 മാസങ്ങളാണ് കൂട്ടേണ്ടത്. ജനുവരിയിൽ നമുക്കറിയാം എത്ര ദിവസമുണ്ട്. ജനുവരിയിൽ 31 ഡേയ്സ് ആണുള്ളത്. 31 ഡേയ്സ് ആണുള്ളത്. ജനുവരി 31 ഡേയ്സ് ആകുമ്പോൾ 4 weeks എന്ന് പറയുമ്പോൾ 28. അപ്പോൾ 3 odd days ആണുള്ളത്. പിന്നുള്ളത് എന്താ? ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ 14 നമുക്ക് 14th ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത്. 14th ഉണ്ട്. അപ്പോൾ 1900 എന്ന് പറയുമ്പോൾ 1 odd day ആണ്. അതുപോലെ തന്നെ 40 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് 50 ആണ്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 54 പ്ലസ് 58 പ്ലസ് 68 എന്നുള്ളത് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. 14th ഫെബ്രുവരി 1941 എന്ന ഇയറിൽ വരുന്നത് 68 odd days ആണ്. 68 odd days നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 9 into 7 എന്ന് പറയുമ്പോൾ 63 ഡിവൈഡ് ബൈ റിമൈൻഡർ 5 odd days ആയി വരും. സോ നമുക്ക് 5 എന്നുള്ള odd day എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. 5ന്റെ നമുക്ക് കോഡ് അനുസരിച്ച് ഏതാണ് ഈ
വീക്കിലെ ഏത് ഡേ ആണത്? ഫ്രൈഡേ ആണ്. സോ 14th February 1941 ഈസ് എ ഫ്രൈഡേ. സോ നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. 24th April 1963 ആണ് ചോദിച്ചിട്ടുള്ളത്. 24th April 1963. ഈ 1963 ഓർഡിനറി ഇയർ ആണോ ലീപ് ഇയർ ആണോ? 1963 ഓർഡിനറി ഇയർ ആണെങ്കിൽ ഡിവൈഡ് ബൈ 4 ആകുമ്പോൾ ഫുൾ ആയിട്ട് പോകണം. 1423 ആണ്, അപ്പൊ പോകുന്നില്ല. 5 റിമൈൻഡർ 3 വരുന്നു. ഇത് ഓർഡിനറി ഇയർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണുള്ളത്. കാരണം നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണ്. അപ്പൊ അതിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 0 ഡേയ്സ് ആണ് ഫെബ്രുവരിയിൽ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇയർ ഓർഡിനറി ഇയർ ആണോ അല്ലെങ്കിൽ ലീപ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 1963 എന്ന ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് വരെ എടുക്കും? 1962 വരെയുള്ള ഇയർ എടുക്കും. പിന്നെ ഏപ്രിൽ 24 വരെ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 24 ഡേയ്സ്. സോ അങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1963 നമുക്ക് എന്തായിട്ട് ചെയ്യാം? 1900 എന്നിട്ട് എഴുതാം, പിന്നെ 62 എന്ന് എഴുതാം, പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ ഏപ്രിൽ 24 ഡേയ്സ്. ഇങ്ങനെയാണ് 1963 ഏപ്രിൽ 24 നമ്മൾ പിരിച്ചെഴുതുന്നത്. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യന്റെ ഒരു പകുതി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ 900 1900 എന്ത് എഴുതാം? 1600 പ്ലസ് 300 എന്ന് എഴുതാം. സോ 1600 എന്താ? 0 ഡേയ്സ്. 300 എന്താ? 100 5 ഡേയ്സ് ആണ്. നമുക്ക് ആ കൂടി 100 പഠിച്ചാൽ മതി. 100 years 5 days എന്നുള്ളതുണ്ട്. 200 3 days, 300 1 day, 400 0 days. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് 100 5 ഡേയ്സും 400 0 ഡേയ്സും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 400 0 ഡേയ്സ് ആയതുകൊണ്ട് 800 0 ഡേയ്സ് ആയിരിക്കും, 1200 0 ഡേയ്സ് ആയിരിക്കും, 1600 2000 2400 എല്ലാം 0 ഡേയ്സ് ആയിരിക്കും. ഇനി 100 years 5 days ആയതുകൊണ്ട് 200 10 days ആയിരിക്കും. അപ്പോൾ 1 week plus 3 odd days, അതാണ് 200 3 odd days. 300 years എന്ന് പറയുമ്പോൾ 3 into 5 15 എന്ന് പറയുമ്പോൾ 2 weeks എന്ന് പറഞ്ഞാൽ 14 days plus 1 odd day. So 300 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്കിവിടെ 300 വന്നിട്ടുണ്ട്, 1 odd day ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 62 എന്നുള്ള സംഖ്യയിൽ എത്ര 4 ഉണ്ട് അതായത് എത്ര ലീപ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 60 40 പ്ലസ് 20 10 4 40 5 4 15 4 60. അപ്പൊ 15 ലീപ് ഇയർ ആണുള്ളത്. ബാക്കിയെല്ലാം നോൺ ലീപ് ഇയർ അല്ലെങ്കിൽ ഓർഡിനറി ഇയർ ആണുള്ളത്. അപ്പൊ 62ന്ന് 15 ലീപ് ഇയർ കുറച്ച് എത്ര വരും? 7 12 1 2 2 4 47. 47 ഓർഡിനറി ഇയർ പ്ലസ് 15 ലീപ് ഇയർ. 47 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 62. 62 ഇയറിലെ 47 ഓർഡിനറി ഇയറും വരും, 15 ലീപ് ഇയറും വരും. സോ നമുക്ക് 15 ലീപ് ഇയർ എന്ന് പറയുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 15 into 2 odd days. ഓക്കെ, നമ്മൾ ലീപ് ഇയറിൽ 2 odd days ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലീപ് ഇയർ നോൺ ലീപ് ഇയറിൽ എത്ര? 1 odd days. അപ്പൊ 15 into 2 എന്ന് പറഞ്ഞാൽ 30. 30 plus 47 എന്ന് പറയുമ്പോൾ എത്ര കൂട്ടാം? 7 77 77 ഡേയ്സ് ആണുള്ളത്. ഇനി ജനുവരിയിൽ നമ്മൾ എത്രയാ? 31 ഡേയ്സ് ആണ്. 31 ഡേയ്സ് എന്നല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 28 കുറച്ചിട്ട്. കാരണം 4 വീക്സ് എന്നുള്ളത് 28 ആണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താ? 3 ഡേയ്സ് മാത്രമാണ്. പിന്നെന്താ? ഫെബ്രുവരിയിൽ ഏതാ? ഇത് ഓർഡിനറി ഇയർ ആണോ? 1963 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്. ഫെബ്രുവരി 28 ഡേയ്സ്. അപ്പോ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 0 ഡേയ്സ് ഉണ്ടാവും. മാർച്ചില് 31 ഡേയ്സ്, അപ്പൊ 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. പിന്നെ 24. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത് എന്താ? 1900 ഇവിടെ എത്രയാണ് നമുക്ക് എഴുതുന്നത്? 1900 പ്ലസ് 62 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 24. ഓക്കെ, 1900 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 1 ആണ് ഇവിടെ ഉള്ളത്, 1 odd day ആണ് ഉള്ളത്. 62 നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 62 നമ്മൾ 15 ലീപ് ഇയറും 47 ഓർഡിനറി ഇയറും ഉണ്ടത്. അപ്പൊ 15 ലീപ് ഇയറിൽ 15 into 2 എന്ന് പറയുമ്പോൾ 2 odd days 30,
47 ഓർഡിനറി ഇയർ, ടോട്ടൽ 77 ഡേയ്സ് വരും. പിന്നെ ജനുവരിയിൽ നമുക്ക് 3 ഡേയ്സ് വരും, ഫെബ്രുവരിയിൽ 0 വരും, മാർച്ചിലും 3 ഓഡ് ഡേയ്സ് വരും, ഇതിലും 24 വരും. ഇത് ടോട്ടൽ ആയിട്ട് കൂട്ടിയിട്ട് നമുക്ക് എത്ര 7 ഡിവൈഡ് ബൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 77 എന്നുള്ളത് എന്താ 7 ഡിവൈഡ് ചെയ്ത് പോകണം. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, 11 into 7 77 ആണ്. അപ്പൊ എന്താ അത് 0 ആയിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൂട്ടാം. 1 plus 3 4 ആണ്, 4 plus 3 7 ആണ്, 7 plus 24 എന്ന് പറയുമ്പോൾ 31 ആണ്. 31 എന്ന് പറയുമ്പോൾ എന്താ 4 weeks plus 3 odd days. 3 odd days എന്ന് പറയുമ്പോൾ എന്താ 3 ആണ് ഇതിന്റെ കോഡ്. 3 ഇതിന്റെ കോഡിൽ ഏതാ വരുന്നത്? 3 Wednesday ആണ് വരുന്നത്. സോ 24 April 1963 is a Wednesday. സോ ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റിനും നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15th August 1630. ഓക്കെ, നമുക്കൊരു ഇയർ തന്നിട്ടുണ്ട്, 1630 എന്നുള്ളൊരു ഇയർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓർഡിനറി ഇയർ ആണോ? ഓർഡിനറി ഇയർ ആണെങ്കിൽ എന്താ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ബൈ 4 ആണ്. ഇതാണോ? അല്ല, റിമൈൻഡർ 2 വരുന്നുണ്ട്. സോ ഇത് ഓർഡിനറി ഇയർ ആണ്. ഓക്കെ, അപ്പൊ 1630 ഓഗസ്റ്റ് 15th നമ്മൾ എങ്ങനെ എഴുതാം? ഈ ഇയറിന് 1630 ആകുമ്പോൾ അതിന് മുന്നുള്ള 1629 വരെ എഴുതാം. പിന്നെ 30 എന്താ വരുന്നു? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ആഗസ്റ്റില് 15 ദിവസം മാത്രം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്കറിയാം 1600 എന്തായിരിക്കും? 400, 800 എന്നിങ്ങനെ 400 മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ 0 ഓൾ ഡേയ്സ് ആയിരിക്കും. അപ്പൊ 29 ഡേയ്സിന്റെ മാത്രമാണ് നമ്മൾക്ക് 29 ഇയറിന്റെ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. 29 ഇയറിൽ എത്ര ലീപ് ഇയർ ഉണ്ട്, എത്ര നോൺ ലീപ് ഇയർ കണ്ടുപിടിക്കണം. ജനുവരിയിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് നേരിട്ട് എഴുതാം, 31 ഡേയ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 3 എന്ന് എഴുതാം. ഫെബ്രുവരിയിൽ എന്താ? ഇത് ഓർഡിനറി ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ 0, മാർച്ചിൽ 31 ഡേയ്സ് 3, ഏപ്രിൽ എന്താ? ഏപ്രിൽ 30 ഡേയ്സ് അപ്പൊ 2, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ് എന്ന് പറയുമ്പോൾ 3 ഡേയ്സ്, ജൂൺ എന്ന് പറയുമ്പോൾ 2 ഡേയ്സ്, ജൂലൈ എന്ന് പറയുമ്പോൾ 3 ഡേയ്സ്, പിന്നെ ഉള്ളത് 15th ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റിലെ 15th ഡേ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് 29 ഇയർ. 29 ഇയറിൽ എത്ര ലീപ് ഇയർ ഉണ്ട്, 4ന്റെ എത്ര മൾട്ടിപ്ലിക്കേഷൻ പോകുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പൊ 7ന്റെ 4 എന്ന് പറഞ്ഞാൽ 28. അപ്പൊ 28 ഇതില് 29 ഇയറിൽ 7 ലീപ് ഇയർ ഉണ്ട്. ബാക്കി എത്രയാ? 22 ഓർഡിനറി ഇയറും ഉണ്ട്. സോ 7 ലീപ് ഇയർ എന്ന് പറയുമ്പോൾ 2 odd days, 366 ഡേയ്സ് ആണ്. സോ 22 ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ 22 into 1 odd day. സോ 14 plus 22, 14 plus 22 എന്ന് പറയുമ്പോൾ 26, 36 odd days ആണുള്ളത്. നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടാം. 36, 3 plus 3 plus 2 plus 3 plus 2 plus 3 plus 15, 6, 8, 11, 13, 16, 36 plus 16 plus 15. ഓക്കെ, നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ ഇതെല്ലാം കൂട്ടണം എന്നില്ല, കാരണം നമുക്ക് ഡിവൈഡ് ബൈ 7 ചെയ്തിട്ട് റിമൈൻഡർ കിട്ടണമെന്ന് മാത്രം എഴുതിയാലും മതി. ഇവിടെ എന്താ ഡിവൈഡ് ബൈ 7 എന്താ 1 ആയിരിക്കും, ഡിവൈഡ് ബൈ 7 എന്തായിരിക്കും 2 ആയിരിക്കും, ഡിവൈഡ് ബൈ 7 എന്താ 1 ആയിരിക്കും. സോ 1 plus 2 plus 1 4 ആയിരിക്കും ഇവിടെ വരുന്നത്. സോ 4 എന്താ തേഴ്സ്ഡേ ആയിരിക്കും വരുന്നത്. അപ്പൊ 15 ഓഗസ്റ്റ് 1630 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആയിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടണം. നമുക്ക് എന്താ 29, 6, 8, 11, 13, 16, 16, 15. ഓക്കെ, 29, 20, 2, 60 വരും. 60 odd days വരും. 60 odd days പറയുമ്പോൾ ഡിവൈഡ് ബൈ 7 എന്ന് വരും? 8 into 7, 56 ആണ്. ബാക്കി 4 odd days വരും. അപ്പൊ 4 odd days എന്നുള്ള എന്താ തേഴ്സ്ഡേ ആയിട്ട് വരും.
അപ്പൊ നമുക്ക് എല്ലാം വേണമെങ്കിൽ കൂട്ടിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഓരോ ഇതിന് നമുക്ക് 7 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പോകാം. അത് ഇങ്ങനെ 3 + 2 അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 7 വരുന്നത്. 6 9 9 എന്ന് പറയുമ്പോൾ ബാക്കി 2, 15 എന്ന് പറയുമ്പോൾ ബാക്കി 1, അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഓഫ് ദി വീക്ക് 2 May 1921? 1921 മെയ് 2 എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. 1921 ലീപ് ഇയർ ആണോ നോൺ ലീപ് ഇയർ ആണോ? അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 21 എന്താ? ഓർഡിനറി ഇയർ ആണ്. ഫെബ്രുവരിയിലെ 28 ഡേയ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് 1921 മെയ് 2 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1921 ആണ് ചോദിച്ചത് കൊണ്ട് നമുക്ക് 1920 വരെ എടുക്കാം. ഇപ്പോഴും അങ്ങനെയാണ്, ഒരു ഇയർ മുമ്പുള്ള ഇയർ വരെ എടുക്കാം. പിന്നെ ഉള്ളത് എന്താ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലെ 2 ദിവസം. ഓക്കെ, 920 ഇപ്പൊ നമുക്കറിയാം 1600 എന്ന് എഴുതാം, 300 എന്ന് എഴുതാം, 20 എന്ന് എഴുതാം. ഓക്കെ, 1600 എന്ന് പറഞ്ഞാൽ 0, 300 എന്ന് എന്താ പറയും? 15 + 1, അതായത് 500 5 ആണ്, 300 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോ 2 weeks + 1 odd day, 300നെ 1 ആയിട്ട് നമുക്ക് എഴുതാം. ഇനി 20 ഇയർ ആണുള്ളത്. 20 ഇയറിൽ എത്ര ലീപ് ഇയർ ഉണ്ട്? 5 × 4, 5 ലീപ് ഇയർ പ്ലസ് എത്ര? 20 ന്ന് ബാക്കി 5 ലീപ് ഇയർ കുറച്ച 15 ഓർഡിനറി ഇയർ. പിന്നെ ജനുവരിയിൽ എത്ര? ജനുവരിയിൽ 3, ഫെബ്രുവരി എന്താ? ഓർഡിനറി ഇയർ ആണ്, സോ 28 ഡേയ്സ് ആണ് വരുന്നത്, അപ്പൊ 0, മാർച്ചിൽ 3, ഏപ്രിലിൽ 2, മെയ്യിൽ 2 ആണ് ചോദിച്ചുള്ളത്, 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ? 5 ലീപ് ഇയർ പ്ലസ് 15 ഓഡ് ഇയർ. 5 ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 5 × 2 10, 15 ഓർഡിനറി ഇയർ, അപ്പോൾ 25 വരും ഇവിടെ. അപ്പൊ 1 + 25 + 3 + 3 + 2 + 2, 26, 29, 32, 34, 36 ആണ് വരുന്നത്. 5 weeks + 1 odd day വരും. 1 odd day ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ 1 odd day എന്ന് പറയുമ്പോൾ എന്താ? മൺഡേ. 2 by 921 എന്നുള്ളത് മൺഡേ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഇത് CSAT 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിത് ചെയ്യാം. ഇത്രയും 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തന്നെ. അപ്പൊ നമുക്കിത് ചെയ്യാം. അപ്പൊ 10th October 2027 ആണ് ചോദിച്ചിട്ടുള്ളത്. 10th October 2027. അപ്പൊ നമുക്ക് 2027 എന്താ? ലീപ് ഇയർ ആണോ? ഓഡ് സംഖ്യ ആയതുകൊണ്ട് തന്നെ ലീപ് ഇയർ ആവില്ല, നമുക്ക് ഡിവൈഡ് ബൈ 4 നോക്കേണ്ട കാര്യമില്ല. 6 × 4 24, ബാക്കി റിമൈൻഡർ വരുന്നു, അപ്പൊ അത് ഓർഡിനറി ഇയർ ആണ്. ഓക്കെ, അപ്പോ ഫെബ്രുവരി 28 മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് എന്താ? 2027 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2026 പ്ലസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലെ 10 days. 2026 എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് 2000 + 26 എന്ന് പറയാം. കാരണം എന്താ? 2027 ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, സോ അതിന് മുന്നുള്ള ഇയർ 2026 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലെ 10th day ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 2000 ഇയർ എന്ന് പറയുമ്പോൾ എന്താ? 400ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 400 എന്ന് പറയുമ്പോൾ എന്താ? 0 odd days ആണ്. സോ 2000 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? 0 odd days ആയിട്ട് ഇത് പോയി. ഇനി 26 ആണ്. 26ൽ എത്ര ലീപ് ഇയർ ഉണ്ടെന്ന് നോക്കാം. നമുക്കറിയാം 6 × 4 24 ആണ്. അപ്പൊ 6 ലീപ് ഇയർ ഉണ്ട്, ബാക്കി എത്രയാ? 20 ഓർഡിനറി ഇയർ ആണ്. 26 6 ലീപ് ഇയർ പോയി കഴിഞ്ഞാൽ 20 ഓർഡിനറി ഇയർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ 6 ലീപ് ഇയർ എന്ന് പറയുമ്പോൾ 6 × 2 20 × ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ 1 odd day. ലീപ് ഇയറിൽ 2 odd day, 12 + 20, സോ 32 odd days ആണ് നമ്മൾ 2026 വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 32 odd days. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെ എല്ലാം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ തമ്പ് റൂൾ വെച്ചിട്ട് ജനുവരി 31,
ഫെബ്രുവരിയിൽ ഓർഡിനറി ഇയർ ആണെങ്കിൽ 28, അല്ലെങ്കിൽ ലീപ് ഇയർ ആണെങ്കിൽ 29. അപ്പോൾ ഓഡ് ഡേയ്സ് എന്ത് വരും? 1 വരും. ഓക്കെ, നമുക്കത് അറിയാം. 31 ആഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടും 31 ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 31 30 31 30 അങ്ങനെയായിട്ട് മാറി വരും. ഓക്കെ, നമുക്കപ്പോ ചെയ്യാം. ജനുവരി എന്ന് പറയുമ്പോൾ എന്താ? ജനുവരിയിൽ 3, ഫെബ്രുവരിയിൽ 0, മാർച്ചിൽ 3, ഏപ്രിൽ 2, മെയ്യിൽ 3, ജൂണിൽ 2, ജൂലൈയിൽ 3, ആഗസ്റ്റ് വരുമ്പോൾ മാത്രം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് 3 വരും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി സെപ്റ്റംബർ ടു ഒക്ടോബറിൽ 10th ഡേ ആണ് ചോദിച്ചിട്ടുള്ളത്. 10th ഒക്ടോബർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 32 ഡേയ്സ് ഉണ്ട്, അതായത് 2026 വരെ 32 വരുന്നത്. ഇത് നമുക്കെല്ലാം കൂട്ടി നോക്കാം. 3 + 3 6, 8, 11, 13, 16, 19, 21, 31. ഇപ്പൊ 31 ഇവിടെ വന്നു. ഓൾറെഡി നമുക്ക് 32 2026 ഉണ്ട്. അപ്പോൾ 31 + 32 63 വരും. നമുക്കറിയാം 9 × 7 എന്ന് പറയുമ്പോൾ 63 ആണ്. 9 വീക്സ്. അപ്പൊ 9 വീക്സ് പ്ലസ് 0 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. സോ ഇതിൽ വരുന്നത് 10th ഒക്ടോബർ 2027 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. നമ്മുടെ ഇത് പ്രകാരം എന്താ? സൺഡേയുടെ കൂടെ എന്താ? 0, മൺഡേയുടെ കൂടെ എന്താ? 1. സോ ട്യൂസ്ഡേ, വെൻസ്ഡേ നമുക്കറിയാലോ 0 to 6 വരെയാണ് സാറ്റർഡേയുടെ കോഡ് വരുന്നത്. സോ ഇതിൽ നമുക്ക് 0 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. 9 × 7 വീക്സ്, 9 വീക്സ് ആണ് വരുന്നത്, പ്ലസ് 0 ഓഡ് ഡേയ്സ്. 0 ഓഡ് ഡേയ്സ് പറയുമ്പോൾ വീക്ക് സൺഡേ ആണ്. ഓക്കെ,